नहमदुहु व नस्तईनुहु व नु'मिनु बिही व नतवक्कलु अलैहि व नऊज़ु बिल्लाहि मिन शुरूरि अनफुसिना व मिन सय्यिआति अअमालिना मय यहदिहिल्लाहु फला मुदिल्ल लहु व मय युद्लिल फला हादिय लहु व नशहदु अन ला इलाहा इल्लल्लाहु वहदहु ला शरीक लहु व अशहदु अन्न मुहम्मदन अब्दुहु व रसूलुहु अरसलहु बिल हुदा व दीनिल हक़्क़ लियुज़हिरहु अला दीनि कुल्लिहि वलौ करिहल मुश्रिकून अल्लाहुम्मा सल्लि अला मुहम्मदिन व अला आलि मुहम्मद कमा सल्लैत अला इब्राहीम व अला आलि इब्राहीम इन्नका हमीदुम मजीद अल्लाहुम्मा बारिक अला मुहम्मदिन व अला आलि मुहम्मद कमा बारकत अला इब्राहीम व अला आलि इब्राहीम इन्नका हमीदुम मजीद अम्मा बअद फ़इन्न अस्दक़ल कलामि कलामुल्लाह व खैरल हदी हदी मुहम्मदिन सल्लल्लाहु अलैहि वसल्लम वशर्रल उमूरि मुहदसातुहा व कुल्लु बिदअतिन ज़लाला व कुल्लु ज़लालतिन फिन्नार अऊज़ु बिल्लाहि मिनश शैतानिर रजीम बिस्मिल्लाहिर रहमानिर रहीम या अय्युहल्लज़ीना आमनुत्तक़ुल्लाह हक़्क़ तुक़ातिहि व ला तमूतुन्न इल्ला व अൻതും മുസ്ലിമൂൻ. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും റഹ്മാനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് നല്ല ഭക്തരായി ജീവിക്കണം എന്ന് എന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ നാട്ടിൽ നമ്മുടെ മക്കളുടെയൊക്കെ വ്യത്യസ്തങ്ങളായ പരീക്ഷകളിലെ റിസൾട്ടുകൾ വന്നു. വളരെ നല്ല മാർക്കോടുകൂടി വിജയിച്ച ഒരുപാട് കുട്ടികളുണ്ടായി. അവർക്കെല്ലാം അവരുടെ ഭാവി ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ. കഠിനമായി പരിശ്രമിച്ച് എന്നാൽ അള്ളാഹുവിൻ്റെ വിധിപ്രകാരം നമ്മൾ ഉദ്ദേശിച്ച അത്ര ഫലം ലഭിക്കാത്ത എത്രയോ നല്ല കുട്ടികളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഭാവി ജീവിതത്തിലും ഏറ്റവും ഖൈർ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ മക്കളുടെ ജയപരാജയങ്ങളൊക്കെ നമ്മൾക്ക് എത്രമാത്രം പ്രാധാന്യമുള്ളതാണ് എന്നുള്ളത് നമ്മൾ സോഷ്യൽ മീഡിയകൾ എടുത്തിങ്ങനെ പരിശോധിച്ചാൽ മനസ്സിലാവും. ഒരു വർഷമായിട്ടൊന്നും പ്രത്യേകിച്ചൊന്നും ഫേസ്ബുക്കിലോ വാട്സപ്പിലോ ഒന്നും എഴുതാത്ത പാവം രക്ഷിതാക്കൾ വരെ തങ്ങളുടെ മക്കൾക്ക് കിട്ടിയ A+കളും B+കളും അവരുടെ വിജയങ്ങളും മാർക്കുകളും വലിയ സന്തോഷത്തിലാണ് പ്രാർത്ഥനയോടെ ആളുകൾ അറിയിക്കുന്നത്. അത് നമ്മളെ മനസ്സിലാക്കി തരുന്നൊരു കാര്യം, നമ്മുടെ മക്കളുടെ ചെറിയ വിജയങ്ങൾ പോലും നമ്മൾക്ക് നമ്മളെക്കാൾ വലിയ സന്തോഷമാണെന്നാണ്. നമ്മുടെ മക്കളുടെ ചെറിയൊരു പരാജയം ഉണ്ടായാൽ, ഭൗതികമായ പരാജയം ഉണ്ടായാൽ, അത് നമ്മൾക്ക് അവരെക്കാൾ വലിയ സങ്കടങ്ങൾ നമ്മളിൽ ഉണ്ടാവുകയും ചെയ്യുന്നു. ഇത് രക്ഷിതാക്കൾ എന്നുള്ള നിലക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നൈസർഗികമായ കാര്യം തന്നെയാണ്. ഇവിടെ വെച്ച് വിശ്വാസികൾ എന്നുള്ള നിലക്ക് നമ്മുടെ മക്കളുടെ ഭൗതികമായ ഒരു പരീക്ഷയുടെ ജയപരാജയത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്ന ഇതേ സമയത്ത് വിശ്വാസികളായ നമ്മൾ നമ്മുടെ മക്കളുമായി ബന്ധപ്പെട്ട മറ്റൊരു തലം ആലോചിക്കേണ്ടത്, പ്രത്യേകിച്ചൊരു വെക്കേഷൻ സമയം കൂടി ആയതുകൊണ്ട്, അവസാനിക്കാറായതുകൊണ്ടും, പുതിയ കലാലയങ്ങളിലേക്കും പുതിയ അധ്യയന വർഷങ്ങളിലേക്കും പുതിയ കോഴ്സുകളെ കുറിച്ച് ചർച്ച ചെയ്യുന്നിടത്തും ഇങ്ങനെ ഒരു സംസാരം അത്യാവശ്യമാണ് എന്നതുകൊണ്ടാണ് വിശ്വാസികളുമായി ബന്ധപ്പെട്ട്, നമ്മുടെ മക്കളുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സഹോദരങ്ങളെ, നമ്മളെല്ലാവരും വിശ്വാസികളായ സ്വർഗം ആഗ്രഹിക്കുന്ന ആളുകളാണല്ലോ. നമ്മളോട് ചോദിക്കേണ്ട ഒരു ചോദ്യം, ഇവിടെ വിവാഹം കഴിക്കാൻ പ്രായമായ ആളുകളുണ്ടാവും, യുവാക്കളും യുവതികളും, വിവാഹം കഴിഞ്ഞവരുണ്ടാകും, വിവാഹം കഴിഞ്ഞ് മക്കളും പേരക്കുട്ടികളും ഒക്കെയായ ആളുകളുണ്ടാകും. നമ്മളോട് ചോദിക്കേണ്ട ഒരു ചോദ്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിനാണ് നമ്മൾക്ക് നമ്മുടെ മക്കളെ തന്നത്? വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. എന്തിനാണ് എനിക്ക് അള്ളാഹു 3 മക്കളെ തന്നത്? അതിനെന്തുകൊണ്ടാണ് അള്ളാഹു 2 ആൺകുട്ടികളെയും അല്ലെങ്കിൽ 2 പെൺകുട്ടിയെയും ഒരു ആൺകുട്ടിയെയും ആക്കി മാറ്റിയത്? 5 മക്കളെ തന്ന ഒരു ബാപ്പ ആലോചിക്കേണ്ടത്, ഉമ്മ ആലോചിക്കേണ്ടത്, എന്തിനാണ് അള്ളാഹു എനിക്ക് ഈ മക്കളെ നൽകിയത്? അതെന്തിനാണ് അള്ളാഹു ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഇടകലർത്തിയിട്ടോ അല്ലെങ്കിൽ വ്യത്യസ്തങ്ങളൊക്കെ ആക്കിയിട്ടോ അള്ളാഹു എനിക്ക് നൽകിയത്? ഇതിന്റെ ഉത്തരം നമ്മൾ പഠിച്ച് മനസ്സിലാക്കി ജീവിക്കണം എന്നത് വളരെ പ്രധാനമാണ്. പിന്നെ ഖുർആനിലെ ആയത്ത് ഫഅലമു, അള്ളാഹുവിന്റെ വാക്കാണ്. വിശ്വാസികളെ നമ്മൾ അറിയണം, പഠിക്കണം, മനസ്സിലാക്കണം. അന്നമാ അംവാലുക്കും വ ഔലാദുക്കും ഫിത്ന, അള്ളാഹുവിന്റെ വളരെ പ്രസിദ്ധമായ സുപരിചിതമായ ആയത്താണ്. നമ്മുടെ പൈസയും നമ്മുടെ മക്കളും
പരീക്ഷണമാണ്. നമ്മൾ കേട്ടതാണല്ലോ. പക്ഷെ നമ്മൾ ആലോചിക്കേണ്ടത് ആർക്കുള്ള പരീക്ഷണമാണ്? നമുക്ക് അള്ളാഹു 3 മക്കളെ നൽകി, 4 മക്കളെ നൽകി. അത് പരീക്ഷണമാണ് എന്നല്ല പറയാണ്. അപ്പൊ അത് ഉറപ്പാണല്ലോ പരീക്ഷണം. ആർക്ക് പരീക്ഷണമാണ്? മക്കൾക്കുള്ള പരീക്ഷണമാണോ? അയലോക്കക്കാർക്കുള്ള പരീക്ഷണമാണോ? നാട്ടുകാർക്കും മഹല്ലുകാർക്കുള്ള പരീക്ഷണമാണോ? അല്ല. ആർക്കുള്ള പരീക്ഷണമാണ്? ബാപ്പയായ എനിക്കും ബാപ്പയായ നമ്മക്കും നമ്മുടെ ഭാര്യമാരായ ഉമ്മമാർക്കുള്ള പരീക്ഷണമാണ്. എന്താണ് ആ പരീക്ഷണം? നമ്മുടെ മക്കൾ നമ്മൾക്കുള്ള പരീക്ഷണാണെന്ന് പറഞ്ഞാൽ അത് ബാപ്പാക്കും ഉമ്മാക്കുള്ള പരീക്ഷണമാണ്, നമ്മക്കുള്ള പരീക്ഷണമാണ്. എന്താണ് ആ പരീക്ഷണം? ആ മക്കൾ, നമ്മൾക്ക് അല്ലാഹു തന്ന കുട്ടി 1-ാമത്തെ വയസ്സിൽ മരിച്ചാൽ സ്വർഗത്തിലാണ്. ഞാൻ പറയുന്നത് ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ. ആ കുട്ടി 2-ാമത്തെ വയസ്സിൽ മരിച്ചാൽ സ്വർഗത്തിലാണ്. ആ കുട്ടി 7-ാമത്തെ വയസ്സിൽ മരിച്ചാൽ സ്വർഗത്തിലാണ്. കാരണം അള്ളാഹു നമ്മൾക്ക് കുട്ടികളെ തരുമ്പോ ആ കുട്ടി സ്വർഗാവകാശിയാണ്, അള്ളാഹുവിന് പ്രിയപ്പെട്ടവരാണ്, അതുപോലെ നല്ലവനാണ്. എന്താ സഹോദരങ്ങളെ പരീക്ഷണം എന്ന് പറഞ്ഞാൽ അറിയോ? ആ കുട്ടിയെ അള്ളാഹു അവന്റെ 40-ാമത്തെ വയസ്സിലോ 70-ാമത്തെ വയസ്സിലോ 24-ാമത്തെ വയസ്സിലോ അള്ളാഹു തിരിച്ചു വിളിക്കുമ്പോൾ അള്ളാഹു തന്നതുപോലെ അള്ളാഹുവിന് പ്രിയപ്പെട്ടവനായി, ഇസ്ലാമികമായ മുസ്ലിമായി, നല്ലവനായിട്ട് അവനെ നമ്മൾ തിരിച്ചു നൽകിയാൽ നമ്മൾ പരീക്ഷണത്തിൽ വിജയിച്ച ബാപ്പയും ഉമ്മയുമായി. നമ്മുടെ കുട്ടിയെ 26-ാമത്തെ വയസ്സിൽ അള്ളാഹു കൊണ്ടുപോയി, ഒരു ആക്സിഡന്റ് കൊണ്ടുപോയി. അല്ലെങ്കിൽ നമ്മൾ മരിച്ചതിന് ശേഷം നമ്മുടെ കുട്ടിയുടെ 70-ാമത്തെ വയസ്സിൽ അള്ളാഹു നമ്മുടെ ആൺകുട്ടിനും പെൺകുട്ടിനും കൊണ്ടുപോയി. ആ കൊണ്ടുപോകുമ്പം നമ്മുടെ കുട്ടി ഇസ്ലാമെന്ന് തെറ്റീകണ്. അവർ അള്ളാഹുവിന് പ്രിയപ്പെട്ടവരായി പടച്ചോൻ നമ്മളെ ഏൽപ്പിച്ചിടത്തുനിന്ന് പടച്ചോന് പ്രിയപ്പെട്ടവരിൽ നിന്ന് അവർ മാറിയിട്ടുണ്ട്. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടവരിൽ നിന്ന് ഇഷ്ടക്കേടുള്ളവരിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ അതിന്റെ വിചാരണ നടക്കുക ബാപ്പിമ്മയായ നമ്മക്കാണ്. ഇതാണ് പരീക്ഷണം. ഇത് നമ്മൾ മറക്കരുത്. അതുകൊണ്ട് അള്ളാഹു ആ ആയത്തിന്റെ തുടക്കത്തിൽ ഫഅലമു, വിശ്വാസികളെ ശരിക്കറിയണം. നാട്ടുകാർ പറയണതല്ല ദീന്, അങ്ങാടിക്കാര് പറഞ്ഞതല്ല ദീൻ. ഫഅലമു, ശരിക്കും മനസ്സിലാക്കണം. ഞാൻ എന്ന ബാപ്പ മനസ്സിലാക്കണം, പൈസയും മക്കളും എനിക്കാണ് പരീക്ഷണം. ഞാൻ അവരെ നല്ല പോലെ ആക്കി, അവർ നല്ല പോലെ ജീവിച്ചു, ശരി, എനിക്ക് സ്വർഗം കിട്ടും. ഞാൻ പഠിപ്പിച്ച പോലെ അവർ ജീവിച്ചാൽ അവർക്കുള്ള സ്വർഗം 2-ാമതാണ്. ഇത് നമ്മൾ പഠിച്ച് മനസ്സിലാക്കി വെക്കണം, നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് ഒരാൾക്കൊരു കുട്ടി ഉണ്ടാകുന്നതിന്റെ മുമ്പ് തന്നെ, എന്റെ ഭാര്യ ഗർഭിണിയാകുന്നതിന്റെ മുമ്പ് തന്നെ, മക്കൾ എന്നൊരാഗ്രഹം ഉണ്ടാകുമ്പോൾ തന്നെ നമ്മളോട് അള്ളാഹു പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞ പ്രാർത്ഥന എന്താണ്? ഇപ്പൊ നമ്മുടെ നാട്ടില് സാധാരണ ഒരു മുസ്ലിം കുടുംബം, ആ കുടുംബത്തില് ഒരു മരുമകൾ ഗർഭിണിയാകാൻ അമ്മായിയും എങ്ങനെ ദുആ ചെയ്യാം? നമ്മുടെ ഭാര്യ ഗർഭിണിയാകാൻ നമ്മുടെ നാട്ടു സമ്പ്രദായ പ്രകാരം നമ്മൾ മലയാളത്തിൽ പറയാം, എങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കാം? പടച്ചോനെ എനിക്കൊരു കുട്ടിനെ നീ നൽകണമേ. അള്ളാഹുവെ 5-8 കൊല്ലം ഞങ്ങൾ ട്രീറ്റ്മെന്റിലാണ്, പടച്ചോനെ ഒരു സന്താനത്തെ നീ എനിക്ക് നൽകണമേ. ഒരു കുറച്ചുകൂടി പ്രായമായ ആൾക്കാർ പറയും, എന്റെ കുട്ടിക്കൊരു കുഞ്ഞിക്കാല് കണ്ടിട്ട് പടച്ചോനെ എനിക്കൊന്ന് മരിച്ചാൽ മതി. ഇതൊക്കെ ഒരു പ്രാർത്ഥനന്റെ വ്യത്യസ്തമായ രൂപമാണ്. സത്യത്തിൽ ഇങ്ങനെയൊന്നും അല്ല ഒരു വിശ്വാസി മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടി. പ്രാർത്ഥനയിലുണ്ട് നമ്മുടെ കുട്ടി ആരാകണം, പ്രാർത്ഥനയിലുണ്ട്. സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിൽ സക്കരിയ നബിയുടെയും ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന ഖുർആൻ പറയട്ടോ, റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ. അതിന്റെ അർത്ഥം എന്താ എല്ലാവർക്കും അറിയല്ലോ. റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ, അല്ലാഹുവേ നീ എനിക്ക് നല്ല കുട്ടിയെ നൽകണമേ. അല്ലാഹുവേ 50 കൊല്ലായി കല്യാണം കഴിച്ചിട്ട് ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്, എനിക്കിതുവരെ കുട്ടി ഉണ്ടായിട്ടില്ല. ഞങ്ങൾ ശ്രമിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, മരുന്ന് കഴിക്കുന്നു, എല്ലാം ചെയ്യുന്നു. പക്ഷേ 60-ാമത്തെ വയസ്സിലാണ് നീ എനിക്കൊരു കുട്ടിയെ നൽകുന്നതെങ്കിലും ഒരു കുട്ടി പോരാ പടച്ചോനെ, പോരാ. ഏതെങ്കിലും ഒരു കുട്ടി പോരാ പടച്ചോനെ. റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ, നാഥ സ്വാലിഹീങ്ങളായ മക്കളുടെ കൂട്ടത്തിൽ പെടുന്ന കുട്ടിയെയാണ് ആൺകുട്ടിയായിട്ടും പെൺകുട്ടിയായിട്ടും എനിക്ക് വേണ്ടത്. അങ്ങനെ ഒരു കുട്ടി മതി പടച്ചോനെ. അതാ നമ്മുടെ പ്രാർത്ഥന. അങ്ങനെയാണ് നമ്മുടെ പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞത്. റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയത്തൻ ത്വയ്യിബത്തൻ. പടച്ചോനെ, നാട്ടിൽ ഒരുപാട് മക്കളുണ്ടാകും, ആ കൂട്ടത്തിൽ എന്റെ കുടുംബത്തിൽ എനിക്ക് മാത്രം കുട്ടികൾ, അതൊന്നും എനിക്ക് പ്രശ്നമല്ല പടച്ചോനെ. അത് നീ ആകുമ്പോ തരിക, നിന്റെ ഔദാരിയാണല്ലോ. പക്ഷെ തരുമ്പം പടച്ചോനെ ദുർരിയത്തൻ ത്വയ്യിബത്തനാണ്. നല്ല കുട്ടിനെ കിട്ടിയാ മതി, നല്ല കുട്ടിനെ പടച്ചോനെ നീ എനിക്ക് നൽകിയാ മതി. നല്ലതല്ലാത്ത, നിനക്കിഷ്ടമില്ലാത്ത, നരകത്തിലേക്ക് പോകുന്ന, എന്റെ ജീവിതത്തിൽ കൺകുളിർമ നൽകാത്ത ഒരു കുട്ടിയെ നാഥ
നീ എനിക്ക് നൽകേണ്ടതില്ല. ഇതാണ് ഭാര്യ പ്രസവിക്കുന്നതിന്റെ മുമ്പായി ഒരു വിശ്വാസിയായ ഒരു മനുഷ്യൻ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ എന്താകണം നമ്മുടെ മക്കൾ എന്നതിന് അള്ളാഹ് പറഞ്ഞ കാഴ്ചപ്പാടാണ്. ഈ കാഴ്ചപ്പാടൊന്ന് പോകരുത്. ഞാൻ ഒരിക്കൽ കൂടി പറയട്ടോ, നമ്മൾക്ക് പൈസ കൂടുമ്പോൾ, എനിക്കടക്കാട്ട് പറയണ്, പൈസ കൂടുമ്പോൾ, നമ്മുടെ മക്കൾക്ക് കുറച്ചൊക്കെ ഒരു സൗന്ദര്യം ഉണ്ടാകുമ്പോൾ, നമ്മുടെ മക്കൾ അത്യാവശ്യമൊക്കെ പഠിക്കുമ്പോൾ, ഇത് മൂന്നും ബോധപൂർവ പറയണ്. പൈസ ഉണ്ടാകുമ്പോൾ, മക്കളെ കാണാൻ അത്യാവശ്യമൊക്കെ ഒരു ചൊറുക്കുണ്ടാകുമ്പോ, നമ്മളുടെ ജീവിതത്തിൽ പടച്ചോന്റെ അനുഗ്രഹം കൊണ്ട് സമ്പത്തുണ്ടാവുകയും നമ്മൾക്ക് ജോലി ഉണ്ടാവുകയും നമ്മുടെ മക്കൾക്ക് ഭംഗി ഉണ്ടാവുകയും അവർ അത്യാവശ്യമായി ഒന്ന് പഠിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച പ്രാർത്ഥനയിൽ നിന്ന് കാഴ്ചപ്പാട് മക്കളുടെ വിഷയത്തിൽ മാറരുത്. ഖുർആൻ പറയാണ്, മാറുന്ന രക്ഷിതാക്കൾ ഉണ്ട്. അതിൽ നമ്മൾ പെടരുത്. രണ്ടു തരം രക്ഷിതാക്കളെ മുസ്ലിമീങ്ങൾക്കിടയിൽ അള്ളാഹ് പരിചയപ്പെടുത്തുന്നുണ്ട്. ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന യുവാക്കൾ വരെ ഇത് ഓർത്തു വെക്കണം. നിങ്ങൾക്ക് വിവാഹം ചിലപ്പോൾ അടുത്ത കൊല്ലായിരിക്കും, പക്ഷെ ഈ വിഷയം മരിക്കുന്നത് വരെ നിങ്ങളെ ബാധിക്കുന്ന വിഷയമാണ്. രണ്ടു തരം രക്ഷിതാക്കളെ ഖുർആനും ഹദീസും പരിചയപ്പെടുത്തുന്നുണ്ട്. രണ്ടു തരം മക്കൾ. ഒന്ന്, പ്രവാചകന്റെ വാക്കെന്തറിയോ? മൻ അല്ലമൽ ഖുർആന ഔലാദ, ആരെങ്കിലും സ്വന്തം മക്കളെ ദീനിയായി പടച്ചോൻ ഇഷ്ടപ്രകാരം ഖുർആൻ അനുസരിച്ച് ദീനനുസരിച്ച് നന്നാകണമെന്ന് ആഗ്രഹിച്ച അവരെ അങ്ങനെ വളർത്തിക്കൊണ്ടുവന്നു, അവരെ നന്നായി വളർത്തി, ആ മക്കളെ അള്ളാഹു വിചാരണയ്ക്ക് വിധേയമാക്കി, അവർ സ്വർഗത്തിന് വേണ്ട നന്മകളൊക്കെ ചെയ്തിട്ടുണ്ട്, അവരെ സ്വർഗത്തിലേക്ക് പറഞ്ഞയക്കുന്നു. എന്നാൽ അവരെ ദീനിയാക്കി വളർത്തിയ രക്ഷിതാക്കൾ ദാരിദ്ര്യം കൊണ്ട്, അറിവില്ലായ്മ കൊണ്ട് അവർക്ക് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. അതിന്റെ പേരിൽ അള്ളാഹു ആ മാതാപിതാക്കളെ ശിക്ഷയ്ക്ക് വിധേയമാക്കുമ്പോ ഹദീസിൽ വന്ന പ്രയോഗം എന്താ അറിയോ? മക്കൾ അള്ളാഹുവിനോട് യാചിച്ച് വാശി പിടിക്കും. ആ മക്കളെ അള്ളാഹിനോട് യാചിച്ച് വാശി പിടിക്കും. പടച്ചോനെ, ഞങ്ങളെ വാപ്പാനും ഇമ്മാനും കുറ്റത്തിന്റെ പേരിൽ നരകത്തിലേക്കിടല്ലേ, അള്ളാഹുവേ നീ അവരെ ഞങ്ങളുടെ കൂടെ സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. ഞങ്ങൾ നിസ്കരിച്ചത്, ഞങ്ങൾ നോമ്പോറ്റത്, ഞങ്ങൾക്ക് ഭക്തി ഉണ്ടായത്, ഞങ്ങൾ പള്ളിയായിട്ട് ബന്ധപ്പെട്ടത്, ഞങ്ങൾ നട്ടപ്പാതിരക്കും അള്ളാഹിനെ സൂക്ഷിച്ച് ഞങ്ങൾ ഹറാമെന്ന് മാറുന്നത് ബാപ്പിമ്മിൻ ചെറുപ്പത്തിൽ ഞങ്ങൾ വളർത്തിയതുകൊണ്ടോ പടച്ചോനെ, അവർക്കറിവില്ലായ്മ കൊണ്ടോ ഞങ്ങളെ വളർത്തുന്ന കഷ്ടപ്പാടിന്റെ ഇടയിൽ അവർക്ക് പഠിക്കാൻ കഴിയാത്തത് കൊണ്ടോ അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ടെങ്കിൽ നാഥ നീ അവരെ നരകത്തിലേക്ക് പറഞ്ഞയക്കല്ലേ എന്ന് അള്ളാഹുവിനോട് താണു കേണ് യാചിച്ച് വാശി പിടിക്കുന്ന ഒരു വിഭാഗം മക്കളുണ്ടാകും. അള്ളാഹുവിന്റെ പ്രവാചകൻ വാക്കെന്തറിയോ? ആ മക്കളുടെ വാശി അള്ളാഹു നടപ്പിലാക്കും. ബാപ്പാനിമ്മാനും മക്കളുടെ വാശിയുടെ പേരിൽ, അവരെ നന്നാക്കി വളർത്തിയതിന്റെ പേരിൽ ബാപ്പാന്റെ ഇമ്മാന്റെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുത്ത് മക്കളുടെ കൂടെ സ്വർഗത്തിലേക്ക് പറഞ്ഞയക്കും. അതാണ് നമ്മൾ ആകേണ്ടത്. ഖുത്ബ കൊണ്ടാകേണ്ടത് അതാണ്, ലേണിംഗ് കൊണ്ടാകേണ്ടത് അതാണ്. സഹോദരങ്ങളെ, രണ്ടാമത്തെ വിഭാഗം മക്കളെ പറ്റി ഖുർആൻ പറഞ്ഞു തരികയാണ്. ഖുർആൻ ആ ആയത്തിന്റെ അവസാന ഭാഗോതി നമുക്ക് മനസ്സിലാവും. ചില ആളുകൾ, മനുഷ്യർ നേതാക്കന്മാരോടൊപ്പം ചിലരെയും കൂട്ടിപ്പറഞ്ഞിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കട്ട. പ്രാർത്ഥന അവസാനത്തെ ഭാഗം പറയാൻ, റബ്ബന, അള്ളാഹുവേ, ആതീഹിം ളിഅഫൈനി മിനൽ അദാബ്, നാഥ ഞങ്ങൾ നരകാവകാശികളായി, ഞങ്ങൾക്ക് നീ നൽകുന്ന ശിക്ഷന്റെ ഇരട്ടി അവർക്ക് കൊടുക്കണം. ആരാണ് അവർ? അതാണല്ലോ ചോദ്യം. നരകത്തിൽ കിടക്കുന്ന ഒരു വിഭാഗം ആൾക്കാര് പറയാ, പടച്ചോനെ ഞങ്ങൾക്ക് നീ നരകം നൽകി, ഞങ്ങൾക്ക് തന്ന നരകത്തിന്റെ ഇരട്ടി നീ അവർക്ക് കൊടുക്കണം. പോരാ, വഅൽഅനഹും ലഅനൻ കബീറാ, ഞങ്ങളെ ശപിച്ചതിനേക്കാളും വലിയ ശാപം നീ അവരെ ശപിക്കണമേ. ആരാണ്? ആരെക്കുറിച്ചാണ്? ആയത്തിന് തുടക്കം എന്താ? റബ്ബന അത്തഇനാ സാദത്തനാ വകുബറാഅനാ ഫഅളല്ലൂന സബീല. അല്ലാഹുവേ, ഞങ്ങളുടെ നേതാക്കന്മാർ, ഒന്ന്, അതൊരു മറ്റൊരു വിഷയമാണ്. രണ്ട്, വകുബറാഅനാ, എന്താ മുഫസ്സിറുകൾ പറഞ്ഞറിയോ? അൽ വാലിദാൻ, ബാപ്പാനും ഇമ്മാനും പടച്ചോനെ ഞങ്ങൾ അനുസരിച്ചു, അവര് പറഞ്ഞ പ്രകാരം ജീവിച്ചതുകൊണ്ടായ പടച്ചോനെ ഞങ്ങൾ നരകത്തിൽപ്പെട്ടത്. ഞങ്ങളുടെ മഹല്ല് തൗഹീദിന്റെ മഹല്ലായിരുന്നു, എല്ലാ ദീനിന്റെ കാര്യം അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളെ വാപ്പയും അതിനൊന്നും താല്പര്യം കാണിച്ചില്ല. എന്താ താല്പര്യം കാണിക്കാത്ത? പഠിപ്പിച്ചില്ല എന്നാണോ? രക്ഷിതാക്കളെ ശരിക്കറിയണം. മക്കള് പരലോകത്തുനിന്ന് നമ്മളെ പിടിച്ച് നരകത്ത് കിടാൻ വേണ്ടി പറയാൻ ഖുർആന്റെ ആയത്താണ്. ബാപ്പാനിമ്മാനി ശപിക്കണം എന്ന് മക്കൾ പറയാൻ. എന്തുകൊണ്ട്? യുവാക്കളെ എന്തുകൊണ്ടാണ്? ബാപ്പാനിമാർ എന്തുകൊണ്ടാണ്? പടച്ചോനെ, നാട്ടിൽ എല്ലാവരും പഠിപ്പിച്ചു, ഞങ്ങളെ പഠിപ്പിച്ചില്ല, അതുകൊണ്ട് ഞങ്ങളോട് അനീതി കാണിച്ചു, ബാപ്പാനിമാരി ശിക്ഷിക്കണം എന്നാണോ?
എല്ലാരെ കല്യാണം നാട്ടിൽ നടക്കുമ്പോൾ ഞങ്ങളെ കല്യാണം നടത്തിയില്ല, അതുകൊണ്ട് ആ വാപ്പാനും ഇമ്മാനും പടച്ചോനെ ഞങ്ങളോട് കാണിച്ച ക്രൂരതയ്ക്ക് നീ പകരം കാണിക്കണം ഒന്നുമല്ല. പിന്നെ കല്യാണം നടത്തിയിട്ടുണ്ട്, പഠനം നടത്തിയിട്ടുണ്ട്, എല്ലാ സംഗതിയും ഇവിടുന്ന് UK-ക്കും കാനഡയ്ക്കും ബാംഗ്ലൂരിക്കും എല്ലായിടത്തേക്കും ഞങ്ങളെ വാപ്പിയമ്മയും പൈസ കൊടുത്ത് പറഞ്ഞിട്ടുണ്ട്. വെക്കേഷൻ വരുമ്പോൾ ടൂറും കൊണ്ടുപോയിട്ടുണ്ട്, പ്രോസ്റ്റും വേഷവും ഒക്കെ ശരിയാക്കിയിട്ടുണ്ട്. പിന്നെ എന്തേ പ്രശ്നം? ബാപ്പിയമ്മയും നല്ല സെറ്റപ്പായി ദീനിയായിട്ടാണ് ജീവിച്ചു. വാപ്പ പള്ളിക്കുണ്ടാവും, ഇന്ന വിളിച്ചില്ല പടച്ചോനെ, ഇന്ന വാപ്പ വിളിക്കും. എപ്പൊന്നറിയോ? എനിക്ക് എൻട്രൻസ് പരീക്ഷയ്ക്ക് പരീക്ഷ ആയാൽ മതി, അപ്പൊ വാപ്പ വിളിക്കും, 4 മണിക്ക് വിളിക്കും. മറ്റേത് 4:55-നും 5:10-നും വാപ്പ സുബൈക്ക് വരുമ്പോ എന്നെ വിളിക്കൂല പടച്ചോനെ. വാപ്പ ഒറ്റക്ക് സ്വർഗത്തിന് വേണ്ടി ശ്രമിച്ചു, പക്ഷെ വാപ്പാക്ക് ഇന്നെ വിളിക്കണിന് ഒരു മടി ഉണ്ടായിരുന്നില്ല. എനിക്ക് പരീക്ഷയാണെങ്കിൽ വാപ്പ വിളിക്കും. അള്ളാഹുവേ, ഇന്റെ അമ്മ ഇസ്ലാമികമായ വേഷം ധരിച്ചിട്ടേ പോകുള്ളൂ, പുറത്തേക്ക് ഇറങ്ങൂല. പാൽക്കാരം വരുമ്പോ വരെ ഇസ്ലാമികമായ ഔറത്ത് മുഴുവൻ മറച്ചിട്ട് എന്റെ ഉമ്മ പുറത്തേക്ക് ഇറങ്ങുള്ളൂ. പക്ഷെ അതേ ഉമ്മ നാട്ടിലത്തെ ഏതെങ്കിലും മഞ്ചേരിന്നോ എവിടുന്നെങ്കിലും ടെക്സ്റ്റൈൽസ് പോയാൽ ഈ കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ, അന്നപ്പ തൽക്കാലം എങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു, എനിക്ക് ഔറത്ത് വെളിവാകുന്ന വസ്ത്രമേ ഉമ്മാന്റെ ഹലാലായ പൈസ കൊണ്ട് ഉമ്മ എനിക്ക് എടുത്തുന്നിട്ടുള്ളൂ. ഇന്ന നരകത്തേക്ക് പറഞ്ഞേക്ക, ഉമ്മ സ്വർഗത്ത് പോകുക, വാപ്പയായ നമ്മൾ സ്വർഗത്തിലേക്ക് പോകുക, മക്കളെ നരകത്ത് പറഞ്ഞേക്ക. പരലോകത്ത് മക്കൾ പറയാൻ, അള്ളാഹുവേ ബാപ്പിയമ്മയും ഒറ്റക്ക് പള്ളിയായിട്ട് ബന്ധപ്പെട്ടു, ബാപ്പിയമ്മയും ഒറ്റക്ക് ഖുർആൻ പഠിച്ചു, ബാപ്പിയമ്മയും ഒറ്റക്ക് ഇസ്ലാമിക വേഷം ധരിച്ചു, ബാപ്പിയമ്മയും ഒറ്റക്ക് ദീൻ പഠിക്കാൻ വേണ്ടി പോയി. ഞങ്ങളായ മക്കളെ ദുനിയാവിന്റെ പരീക്ഷകൾക്കും ദുനിയാവിന്റെ കോഴ്സുകൾക്കും ദുനിയാവിന്റെ യാത്രക്കും കല്യാണത്തിനും ബാപ്പാന്റെ ബിസിനസ് പിന്നീട് കൊണ്ടെടുക്കാനൊക്കെ പഠിപ്പിച്ച ഞങ്ങളെ ദീനിന്റെ വിഷയത്തിൽ വാപ്പ ഷാഠ്യം ചില വിഷയത്തിൽ കാണിച്ചില്ല, പ്രോത്സാഹിപ്പിച്ചില്ല, അതിന്റെ പേരിൽ ശിക്ഷണവും നൽകിയില്ല. അതുകൊണ്ട് ആതീഹിം ദുഇഫൈനി മിനൽ അദാബ്, ഞങ്ങൾ നരകത്ത് പോയിന്റെ ഇരട്ടി നിസ്കരിച്ച ബാപ്പാക്കും ഉമ്മാക്കും നീ കൊടുക്കണമേ. 2 വിഭാഗമാണ്. ഇതിലേതാ സൗങ്ങളെ നമ്മൾ പെടുക? നമ്മൾ ഏത് പെടും? ഇത് നമ്മൾ ഗൗരവത്തിൽ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ഈ 2 എണ്ണത്തിൽ ഒന്നിൽ നമ്മൾ പെടും. ഈ മഹലിൽ ഈ കേൾക്കുന്ന പ്രസംഗിക്കുന്ന ഞാനടക്കം 2-1 പെടും. നമ്മുടെ മക്കൾ നാളെ പരലോകത്തൊന്ന് പറയോ, പടച്ചോനെ എന്റെ വാപ്പിമ്മയും കുറച്ചൊക്കെ കഷ്ടപ്പാടുതൊക്കെ ഉണ്ട്, എന്നാലും പടച്ചോനെ ഞങ്ങൾ ദീനിയായി ജീവിക്കണിൽ അവർക്ക് പടച്ചോനെ നീ സ്വർഗം കൊടുക്കണം, പടച്ചോനെ നരകത്ത് കിള്ളന്റെ വാപ്പാനിമ്മാനും എന്നവർ അല്ലാണ്ട് കരഞ്ഞു പറയോ? അല്ല, ഓലെല്ലാ സമ്മേളനത്തിനും പോകും, ഓലെ എല്ലാ വിജ്ഞാന വേദിക്ക് ഓല് പോകും, എല്ലാ ദീനിന്റെ കാര്യത്തിൽ ഓല് പോകും. ഉമ്മ മിനിറ്റ് രാവിലെ തുറന്ന നെറ്റിൽ കൂടെ പ്രസംഗാണ്, ഉമ്മ വീട്ടിലെത്തിയ ഖുർആൻ തഫ്സീർ വായിക്കാണ്. ഞാൻ എന്തെങ്കിലും കാര്യം ചോദിച്ചാൽ അവര് പറയും അതൊന്നും മക്കൾക്ക് താല്പര്യമില്ല, അതൊന്നും ഓന് താല്പര്യമില്ല. ഞങ്ങളുടെ ആഗ്രഹത്തിന് ഉമ്മിൻ ബാപ്പി ന്യായീകരിച്ച് ഞങ്ങളുടെ ദുനിയാവ് മാത്രം സെറ്റാക്കണ വെച്ചു. പടച്ചോനെ അവരെ നീ ശിക്ഷിക്കണം. ഇത് കുറ്റബോധം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ തിരുത്തണം. കുറ്റബോധം. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വാക്കം തരും, അക്രിമു ഔലാദക്കും വഹ്സിനു അദബഹും. വിശ്വാസികളെ, നമ്മളെ മക്കളെ നമ്മൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കണം, ഇഷ്ടപ്പെടണം. അവിടെ ഓരോ വിജയത്തിലും നമ്മൾക്ക് അങ്ങേയറ്റത്തെ ആഹ്ലാദമുണ്ടാകണം. പക്ഷെ ദീനിന്റെ കാര്യങ്ങൾ മറക്കരുത്. അതിലും അതേ താല്പര്യം ഉണ്ടാകണം. അവർക്ക് ഏറ്റവും നല്ല അദബ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. നിങ്ങളൊരു കാര്യം അറിയോ? നമ്മൾ ഈ വിഷയത്തിൽ പ്രാർത്ഥന മുതൽ നല്ല കുട്ടിയെ മതി എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം പറഞ്ഞ ദീനാണ് നമ്മളത്. അവിടെ നമ്മൾക്ക് പിഴച്ചു തുടങ്ങിയാൽ ദുനിയാവുന്നു തന്നെ സഹോദരങ്ങളെ നമ്മൾ അനുഭവിക്കും. അതൊരു ഭയപ്പെടുത്തലല്ല. എത്ര അനുഭവങ്ങൾ ഈ ഇരിക്കുന്ന ഓരോരുത്തർക്ക് എത്ര അനുഭവങ്ങൾ പറയണ്ടോ. ഞാൻ ഇന്നും മനസ്സിലാലോചിക്കാൻ, ഒരു രാഷ്ട്രീയ പൊതു പ്രവർത്തകൻ, മുസ്ലിമാണ്, നിസ്കാരത്തിന് പള്ളിയിലൊക്കെ ഉണ്ടാവും, രാഷ്ട്രീയ പ്രവർത്തകനാണ്, പൊതുപ്രവർത്തകനാണ്, പള്ളിയായിട്ട് ബന്ധമുണ്ടാവും. അഥവാ നമ്മുടെ നാട്ടിലെ ഒരു വലിയ നല്ലൊരു മനുഷ്യനെ പോലെ എല്ലാ കാര്യങ്ങൾക്കും ആ നാട്ടിലെ പൊതുപ്രശ്നങ്ങളിൽ മദ്യം വഹിക്കാൻ അദ്ദേഹത്തിന് വിളിക്കുക, എല്ലാ നന്മക്കും ഉണ്ടാവും. അദ്ദേഹം മരിച്ചു. 5 ആൺകുട്ടികളാണ്, 5 ആൺകുട്ടികൾ. അദ്ദേഹം മരണപ്പെട്ടു. ചെറിയൊരു പള്ളിയാണ്, നമ്മുടെ പള്ളിന്റെ ഒരു 4-1 ഉണ്ടാവുള്ളൂ, അടിഭാഗത്തടണം, അത്ര ചെറിയ പള്ളിയാണ്. ആ പള്ളിയിൽ അദ്ദേഹം ഒരു അറിയപ്പെടുന്ന ആളും, പള്ളിയായിട്ട് ബന്ധമുണ്ട്, രാഷ്ട്രീയമായിട്ട് ബന്ധമുണ്ട്, പൊതുപ്രവർത്തനമായിട്ട് ബന്ധമുണ്ട്, എല്ലാവരും വന്നു. ഇപ്പൊ 2-3 തവണയായിട്ട് നിസ്കരിക്കണം. അപ്പൊ പെട്ടെന്ന് ആളുകൾ പുറത്ത്, പള്ളി നിറഞ്ഞു, പുറത്ത് ആൾക്കാരിങ്ങനെ നിൽക്കുകയാണ് മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി. മക്കൾ ഇങ്ങനെ കാത്തുകയാണ്. 5 ആൺകുട്ടികളാണ്. 5ാമത്തെ മകന്റെ പ്രായം 30 ചില്ലാൻ വയസ്സാണ്. ഞാൻ അങ്ങനെ പറയണ എന്തിനറിയോ? ചെറിയ കുട്ടിയല്ല എന്ന് മനസ്സിലാക്കാൻ. 5 ആളുകളും ഹൗലിന്റെ അവിടുന്ന് പള്ളിന്റെ ഉള്ളിൽ കയറുന്നില്ല. ആൾക്കാർ പറഞ്ഞത് കഴിഞ്ഞിട്ട് പോകണം, അടുത്ത 3-4 ട്രിപ്പ് നിസ്കരിക്കാണ്ടാവും, അത്ര ചെറിയ പള്ളിയാണ്.
എത്ര വന്നിട്ടും അവരെ അടുക്കലേക്ക് ആളെ പറഞ്ഞു വെച്ചപ്പോൾ അവർ പറഞ്ഞു, മൗലവി നിങ്ങൾ നിസ്കരിക്കാൻ തുടങ്ങിക്കോളി. അല്ല നിങ്ങളാ നിസ്കരിക്കേണ്ടി, അല്ല നിങ്ങൾ നിസ്കരിക്കാൻ തുടങ്ങിക്കോളി. മൂന്നാമത്തെ തവണ അവർ പറഞ്ഞ വാക്കെന്നറിയോ? മൗലവി ഒന്നും വിചാരിക്കരുത്, ഞങ്ങൾക്ക് ശരിക്കും മയ്യത്ത് നിസ്കരിക്കാൻ അറിയില്ല. പോകട്ടെ, ആ വിഷയം പോകട്ടെ. നമ്മളൊന്ന് ആലോചിച്ചു, നമ്മൾ ഈ മഹലിൽ നമ്മൾ മരിച്ച നമ്മൾ ഓരോരുത്തരും വ്യക്തിപരമായിട്ട് ആലോചിക്കട്ടെ. വ്യക്തിപരമായിട്ട് ഉമ്മാരെ നിങ്ങൾ അവിടെ ഇരുന്ന് ആലോചിക്കണം. നമ്മൾ മഹലിൽ നിന്ന് മരിച്ചു, പള്ളിക്ക് മയ്യത്ത് കൊണ്ടുപോയി വെച്ചു. ആ മയ്യത്തിന് ആദ്യമായിട്ട് മുന്നിലൊന്ന് തക്ബീർ കെട്ടേണ്ടത് ആരാ? നമ്മുടെ ബീജത്ത് പറഞ്ഞ് നമ്മൾ പൈസ ചെലവാക്കി കടം വാങ്ങി ഗൾഫ് പോയി പഠിപ്പിച്ച നമ്മളെ മക്കള് അല്ലേ? ആ കുട്ടികൾ 4 ആള് 3 ആളുണ്ടായിട്ട് ഒരു പറയണം, മൗലവി നിങ്ങൾ ഇമാമിക്ക്. അല്ലടാ ഇയാ നിക്കണ്ടേ? അല്ല മൗലവി ഞങ്ങൾക്ക് നിസ്കരിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞാൽ സോങ്ങളെ, അതിനേക്കാളും വലിയൊരു ദുരന്തം ഈ ദുനിയാവിൽ എന്താ ഈ ദുനിയാവിലെ ദുരന്തം? ഞാൻ മരിച്ചു പോകുമ്പോഴേ, നമ്മൾ മരിച്ചു പോകുമ്പോൾ നമ്മുടെ മുന്നിൽ നമ്മുടെ മക്കള് കൈകെട്ടിയിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പം, പടച്ചോനെ ഇത്രയും കാലന്റെ പോറ്റുവളത്തിന്റെ വാപ്യാണ് ഈ കിടക്കണ്, ഉമ്മയാ കിടക്കണ്, നട്ടപ്പാതിരക്കും നട്ടുച്ചക്കും ശരീരം വേവലാതി വന്നിട്ടും എനിക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്ത് ജീവിതത്തിന്റെ 2 അറ്റം കൂട്ടിമുട്ടിക്കാൻ ഗൾഫ് നാട്ടിൽ പോയി ഈ നാട്ടിലെ ഓരോ പ്രയാസങ്ങളും അനുഭവിക്കുമ്പോഴും എന്നെ ഒന്നും അറിയിക്കാതെ ജീവനെക്കാളും ജീവനായി എന്നെ സ്നേഹിച്ച എന്റെ ബാപ്പയാണ് പടച്ചോനെ കിടക്കണ്, എന്റെ അമ്മച്ചിയാണ് പടച്ചോനെ കിടക്കണ്, ആ ബാപ്പാക്കും മാക്കും നീ സ്വർഗം നൽകണമേ എന്ന് പ്രാർത്ഥിക്കാൻ അറിയില്ലെങ്കിൽ കൂട്ടരെ, 4 മക്കളുണ്ട് 5 മക്കളുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്താ നിങ്ങളുടെ കാര്യം? ഞാൻ ആക്ഷേപിക്കാൻ പറയില്ല, നിങ്ങൾ മനസ്സിലാലോചിക്കുക. ഞാൻ മരിച്ചു കഴിഞ്ഞു, ഇന്റെ ഓരോ പറമ്പും, ഇന്റെ ഓരോ വാടക കെട്ടിടവും, ഇന്റെ ഓരോ ഷോപ്പും, എന്റെ ഓരോ ബിസിനസ്സും ഇന്റെ മക്കളൊക്കെ എടുത്തു. ശരി, ഖബർക്ക് എന്താ കൂട്ടരെ കിട്ടണത്? ഖബർക്ക് എന്താ കിട്ടാനുള്ളത്? നമ്മക്കെന്താ കിട്ടാനുള്ളത്? നമ്മൾ അധ്വാനിച്ചതിന്റെ വിയർപ്പ് തുള്ളികൾ നമ്മുടെ മക്കൾ തിന്നുന്നു, അൽഹംദുലില്ലാ, നല്ല കാര്യം. പക്ഷെ നമുക്ക് എന്തെങ്കിലും കിട്ടണ്ടേ? നമ്മൾ കട്ടപ്പെട്ടില്ലേ, നമ്മൾ ഉറക്കമൊഴിച്ചില്ലേ, നമ്മൾ കടം വാങ്ങിയില്ലേ, നമ്മൾ ദാമ്പത്യം പോലും തൽക്കാലത്തേക്ക് 12 കൊല്ലം 14 കൊല്ലം മാസത്തിലൊരിക്കൽ മാത്രം വന്നിട്ട് ദാമ്പത്യം പോലും അവർക്ക് വേണ്ടി ഉപേക്ഷിച്ചില്ലേ? എന്നിട്ട് പരലോകത്തെത്തിയിട്ട് അവിടുന്ന് നരകോ? ഇതെന്ത് ജീവിതാ കൂട്ടരെ? ദുനിയാവിലും കഷ്ടപ്പാടോ അവിടെയും കഷ്ടപ്പാടോ? ബാപ്പാരന്മാരെ മാറി ചിന്തിക്കണം. ഞാൻ പറയുന്നു, 9ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി, 9ാം ക്ലാസ്സിൽ അവൻ പഠിക്കണത്, ഓന്റെ ഒപ്പം 45ാമത്തെ വയസ്സിൽ മരിച്ചു. നാട്ടിലൊരു യുവാവാണ്, എല്ലാ നല്ലതിനും ഉണ്ടാവും, നല്ല ദീനിയാണ് ഓന്റെ ഒപ്പ. അവൻ മെറ്റലും ഗുഡ്സൊക്കെ ആയിട്ട് ജീവിക്കണോണ്ട് 45ാമത്തെ വയസ്സിൽ ആ പ്രായത്തിലുള്ള ഒരാൾ മരിക്കുമ്പോൾ പള്ളിയിൽ സ്വാഭാവികമായിട്ട് കൂടുതൽ ആളുകൾ വരുമല്ലോ. വലിയ 4 നില പള്ളിയിൽ മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി വന്നപ്പോ അവൻ മഹല്ലായതുകൊണ്ട് എടുത്തു വന്നിട്ട് പറഞ്ഞു, മൗലവി ഞാൻ ഇമാമ് നിക്കട്ടെ ചോദിച്ചു. നമുക്ക് ശരിക്കും കൺകുളിർമ തോന്നാറില്ലേ? നമ്മൾ കരുതി 9ാം ക്ലാസ്സിലല്ല അവൻ, 4 നില പള്ളിയിൽ ആളുകൾ ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുമ്പം പേടിണ്ടാവൂലേ? 9ാം ക്ലാസ് ആകെ ഒരു ആൺകുട്ടിയുള്ളൂ, ബാക്കി 2 പെൺകുട്ടികളാണ്. അവൻ എങ്ങനെ നിസ്കരിക്കാൻ പറയും? അവനാണ് നിസ്കരിക്കേണ്ടത്. പക്ഷെ അവനോട് എങ്ങനെ പറയും? അവൻ ഇങ്ങോട്ട് വന്നിട്ട് ഞാൻ നിസ്കരിക്കട്ടെ. 9ാം ക്ലാസ്സുകാരൻ അവസാനമായി ബാപ്പാക്ക് ഈ ദുനിയാവിൽ നിന്ന് നിർവഹിക്കേണ്ട കടമകളിൽ ഒന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പം ഞാൻ എന്റെ ബാപ്പാരുടെ ബാപ്പാരെ 5 ആൺകുട്ടികള്, ബിസിനസ്സുകാരായ 5 ആൺകുട്ടികള് ഒരു വാപ്പാക്കുണ്ടായിട്ട് മരിച്ചു പോകുമ്പം ഒറ്റാക്ക് മയ്യത്ത് നിസ്കരിക്കാൻ കഴിയാതെ മരിച്ചുപോയ ആ ബാപ്പയാണോ 45ാം വയസ്സിൽ മെറ്റലും അടിച്ച് ഗുഡ്സുമായിട്ട് അങ്ങാടി കൂടെ പോയി മരിച്ചു പോകുമ്പം 9ാം ക്ലാസ്സിലെ ഏക മകൻ തനിക്ക് വേണ്ടി നിസ്കരിച്ച ആ വാപ്പയാണോ സൗഭാഗ്യവാൻ? ആരാണ് നല്ല വാപ്പ? ആരാണ് അനുഗ്രഹീതരായ വാപ്പ? ഏത് വാപ്പാന്റെ മുന്നിലാണ് നമ്മൾ മുണ്ടഴിച്ചിട്ട് നിൽക്കേണ്ടത്? ഇതാണ് നമ്മൾ നമ്മളെ പറ്റി ആലോചിക്കേണ്ടത്. ചിന്ത മാറരുത്. 40ാമത്തെ വയസ്സിൽ ഒരു മനുഷ്യന്റെ പ്രാർത്ഥനയിൽ അള്ള പറഞ്ഞു കൊടുത്തൊരു വാചകം പറഞ്ഞു. 40 വയസ്സാകുമ്പോഴേ ഒരാൾ ഇങ്ങനെ അള്ളാണ്ട് പ്രാർത്ഥിക്കുന്നതുകൊണ്ട് അള്ള പറയാൻ അതിലൊരു പ്രാർത്ഥന, പടച്ചോനെ എനിക്ക് 40 വയസ്സായി, എന്റെ മക്കൾ ഇതാ 18ഉം 17ഉം 21 കായ്ക്കണ്, നാഥാ നീ അവരെ നന്നാക്കേണമേ പടച്ചോനെ, ഇന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്യുന്നുണ്ട്, ഇന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഞാൻ ചെയ്യുന്നുണ്ട്, പടച്ചോനെ നീ നന്നാക്കണമേ. അവിടുന്ന് പഴച്ചു പോകരുത് രക്ഷിതാക്കളെ, പഴച്ചു പോകരുത്. നമ്മളെ വീട്ടിൽ നിന്ന് നമ്മുടെ കുട്ടി ഇറങ്ങാണ്, ഞാൻ ഈ പറഞ്ഞ ശരിക്കും ശ്രദ്ധിക്കണ്ട, ഇറങ്ങാൻ അവന് ബെൽറ്റ് കെട്ടിയത് മാറി, പാന്റിന്റെ ഹുക്കില് 1-2 ശരിയായി, ബാക്കില് 2 ശരിയായില്ല. സ്നേഹമുള്ള നമ്മൾ എന്താ സോങ്ങള് ചെയ്യാ? മോനെ വാ ശരിക്ക് ബെൽറ്റ് കെട്ടടാന്ന് പറയണം. അതാണ് നല്ല വാപ്പി നല്ലമ്മയും. നമ്മളെ കുട്ടി തട്ടം കുത്തുന്നിടത്ത് നിന്ന് ഏതെങ്കിലും ഒരു സേഫ്റ്റി പിന്ന് പുറത്തേക്ക് തുറിച്ചു നിൽക്കാൻ നമ്മൾ വിളിക്കും, മോളെ പിന്നെ ശരിക്ക് കുത്തണട്ടോ, ഇങ്ങനെ ആയാൽ ആൾക്കാരെ ദേഹത്ത് കുത്തിട്ടോ എന്ന് പറയും. സ്നേഹല്ലേ സോങ്ങളെ? ആണ്.
നമ്മളെ കുട്ടി പരീക്ഷന്റെ സമയത്ത് അപ്പോഴും നമ്മൾ പുറത്തുപോയി ആ കുട്ടികൾ കളിക്കുകയാണെങ്കിൽ നമ്മൾ ഗ്രൗണ്ടിൽ പോയി വിളിച്ചോണ്ടിരും, മോനെ ഇപ്പൊ ഈ സമയത്ത് കളിക്കല്ലേ, കയ്യ് പൊട്ടിയാ പരീക്ഷ എഴുതാൻ കഴിയില്ല. ഇഷ്ടാണ് സൗങ്ങളെ. അതേ കുട്ടി കലാലയം വിട്ട് വരുമ്പം മോനെ 5:30 എന്റെ കുട്ടി ളുഹ്ർ അസ്ർ നിസ്കരിച്ചിട്ടില്ലേ എന്ന് സൗങ്ങളെ നമ്മൾ ചോദിച്ചിട്ടില്ലെങ്കിൽ അർത്ഥം എന്താ? ഒരു ബെൽറ്റിന്റെ വില പോലും എന്റെ കുട്ടിന്റെ സ്വർഗത്തിന് വാപ്പയായ ഉമ്മയായ ഞാൻ വില വെച്ചിട്ടില്ല എന്നില്ല അല്ലേ? അല്ലേ സഹോദരങ്ങളെ? എന്റെ കുട്ടി പരീക്ഷന്റെ സമയത്ത് കളിക്കുമ്പോ ഞാൻ പിടിച്ചുകൊണ്ടിരുന്ന അതേ ഞാൻ രാവിലെ വൈകുന്നേരോ എന്റെ കുട്ടി മഗ്‌രിബിന് ശേഷോ സുബഹിക്ക് ശേഷോ ഒരു പേജ് ഖുർആൻ ഓതുന്നില്ലെങ്കിൽ കുട്ടിയെ ഖുർആൻ ഓതണട്ടോ. ഓതിയിട്ട് വായിക്കുമ്പോഴേ അള്ളാഹു സ്ഥിരത നൽകുള്ളൂ, അള്ളാഹിന്റെ അനുഗ്രഹം ഉണ്ടാവുള്ളൂ. പരീക്ഷാ ഹാളിൽ നിന്ന് എഴുതുമ്പോൾ പടച്ചോന്റെ ബർക്കത്ത് ഉണ്ടാകുള്ളൂ, ആത്യന്തികമായി സ്വർഗം ഉണ്ടാകുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ലെങ്കിൽ ആ കുട്ടിയുടെ സേഫ്റ്റി പിന്നിന്റെ വില പോലും എന്റെ കുട്ടിന്റെ സ്വർഗത്തിന് ഞാൻ നൽകിയിട്ടില്ല എന്നല്ലേ അള്ള പരിഗണിക്കുക. ഇത് നമ്മളെ മനസ്സിലുണ്ടാകണം. ഒരൊറ്റ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാൻ, പരിശുദ്ധ ഖുർആനും പ്രവാചകന് നമ്മളോട് നേർക്ക് നേരെ പറഞ്ഞു തന്ന കാര്യം, വിശ്വാസികളെ നമ്മുടെ മക്കൾ നമ്മൾക്കുള്ള പരീക്ഷണാണെന്ന് പറഞ്ഞാൽ നമ്മൾക്കുള്ള സ്വർഗവും നരകാൻ. നമ്മൾ ദീനിയായി ജീവിക്കുമ്പം ആ കുട്ടികൾ ദീനിയായിട്ട് നമ്മുടെ കൂടെ ഉണ്ടാകണം. നമ്മൾ പള്ളിയും ദീനൊക്കെ ആയിട്ട് ജീവിക്കുകയും അവർ വഴികേടിലാകുമ്പോഴും നമുക്ക് കുറ്റബോധമില്ലാതെ നന്നാക്കാനുള്ള ഒരു ശ്രമം പോലും ഇല്ലാതെ താല്പര്യമില്ല, ഇഷ്ടമില്ല, വരൂല, ഓലെ പ്രായം കഴിഞ്ഞു എന്നത് സഹോദരങ്ങളെ നമ്മുടെ നരകത്തിലേക്ക് പോകാനുള്ള ഭാഷയാണ് എന്ന് മനസ്സിലാക്കുക. ഒരേ ഒരു കാര്യം ഞാൻ ഇന്നും ആലോചിക്കാൻ, ഒരു ഖുത്ബ കഴിഞ്ഞിട്ട് കുറെ മുമ്പാണ് ഒരു ഖുത്ബ കഴിഞ്ഞ് പള്ളിയിൽ എനിക്ക് സ്ഥിരമായി പരിചയമില്ലാത്ത ഒരു യുവാവിനെ ഞാനിങ്ങനെ കണ്ടു. സ്വാഭാവികമായി ഇങ്ങനെ സാന്ദർഭികമായിട്ട് കണ്ടു. പിന്നെ 2-3 ജുമാ ഖുത്ബകൾ തുടർച്ചയായി അദ്ദേഹത്തെ കണ്ടപ്പോൾ ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെട്ടു. ആ പരിചയപ്പെടൽ നല്ലൊരു സൗഹൃദം ഉണ്ടായി. ആ സൗഹൃദത്തിൽ അദ്ദേഹം പറഞ്ഞൊരു വാചകം ഈ വിഷയത്തിന്റെ ഒരു മർമ്മമായി എനിക്ക് പറയണം തോന്നുകയാണ്. അദ്ദേഹം പറഞ്ഞു, സാന്ദർഭികമായിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, മൗലവി ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് എന്റെ നാട്ടിൽ നിന്ന് ബാംഗ്ലൂരിലേക്കാണെന്ന് പഠിക്കാൻ വേണ്ടി പോയി. 10 കഴിഞ്ഞിട്ട് ബാംഗ്ലൂർക്ക് പോയി. അപ്പൊ അന്ന് മൊബൈലും ഇതൊന്നും ഇല്ലാത്ത കാലാണ് മൗലവി. പോയി മാസത്തിലൊരിക്കൽ വാപ്പ കത്തെഴുതും. ആ കത്തിൽ വാപ്പ എഴുതും, മോനെ നീ ഞങ്ങളൊന്നും ഇല്ലാത്ത സ്ഥലത്താണ്, ഒന്നും കാണൂല, ഒന്നും അറിയില്ല, എവിടെയൊക്കെയാണ് മോന് പോയതെങ്കിലും ഒറ്റ വക്ത് നിസ്കാരന്റെ കുട്ടി ഒഴിവാക്കരുതട്ടോ, ഒഴിവാക്കിയ ഉപ്പാന്റെ ഉമ്മാന്റെ തൃപ്തി ഉണ്ടാവൂലട്ടോ എന്ന് പറഞ്ഞിട്ട് വാപ്പാന്റെ കത്ത് വാപ്പ നിർത്തും. പിറ്റത്തെ കത്തില് വാപ്പ എഴുതി, മൗലവി എന്റെ ഉപ്പന്റെ എനിക്ക് കത്തെഴുതാണ്, മോനെ 5 വക്ത് നിസ്കാരത്തിൽ സുബഹി പോയാലും കാഫിറാവൂട്ടോ, അതുകൊണ്ട് എന്ത് വന്നാലും ബാപ്പാന്റെ കുട്ടി സുബഹി അടക്കം പോകരുതിട്ടോ. എന്നിട്ട് അദ്ദേഹം കണ്ണിന്നിങ്ങനെ കണ്ണീരെന്നിട്ട് പറയാൻ, ഒരു നിങ്ങൾക്ക് അറിയോ ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞിട്ടാ പോയത്. അവിടെ ഗ്രൗണ്ടിൽ കളിക്കുമ്പോ എല്ലാരും മഗ്‌രിബിന് ശേഷം കളിക്കും, ഞാനും കളിക്കും. പക്ഷെ മൗലവി ഞാൻ ആരും നിസ്കരിച്ചില്ലെങ്കിൽ ഞാൻ ഗ്രൗണ്ടിന്റെ സൈഡിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വിരിച്ചിട്ട് ഞാൻ നിസ്കരിക്കും. മൗലവി ഉറപ്പാണ് ഞാൻ അള്ളാഹ്ക്ക് വേണ്ടി നിസ്കരിച്ചതല്ലെന്ന്. അല്ല, കാരണം എനിക്ക് അത്ര ദീൻ അറിയില്ല, ഞാൻ എന്റെ ഉപ്പാക്ക് വേണ്ടി നിസ്കരിച്ചാണ്. മൗലവി നല്ല ശക്തമായ തണുപ്പുണ്ടാവും ചിലപ്പോ ഞങ്ങൾ താമസിക്കുന്നിടത്ത്, തയമ്മും ചെയ്താൽ മതി. പക്ഷെ എനിക്കറിയില്ലല്ലോ, എനിക്ക് അന്ന് ആ പ്രായത്തിൽ അറിയില്ല. ഞാൻ സുബഹിക്ക് എഴുന്നേക്കും, കൊടിയ തണുപ്പിൽ ഞാൻ വുളു ഉണ്ടാക്കിയിട്ട് ഞാൻ ഏതെങ്കിലും ഷാള് കൊണ്ടോ കമ്പിളി കൊണ്ടോ ശരീരം പുതച്ചിട്ട് ഞാൻ നിസ്കരിക്കും. മൗലവി ആ നിസ്കരിക്കൽ ഞാൻ അള്ളാഹ്ക്ക് വേണ്ടിയിട്ടല്ല മൗലവി, എനിക്കറിയാം എന്റെ ഉപ്പാക്ക് വേണ്ടിയിട്ടാണ്. കാരണം ഞാൻ ബാംഗ്ലൂരിൽ നിൽക്കണ എനിക്ക് വേണ്ടി ബാപ്പാക്ക് എന്തൊക്കെ എഴുതാ, നാട്ടിക്ക് വരുമ്പോ എന്നെ കൊണ്ടുവരണടാ, ഇന്നാലിന്റെ കാര്യം ചെയ്യണടാ, ഒന്നും എന്റെ പിമ്മ എഴുതിയിട്ടില്ല. ആകെ ഒരു കാര്യം എന്റെ വാപ്പ എഴുതി, മോനെ എത്ര ദൂരത്താണെങ്കിൽ നിസ്കാരം ഒഴിവാക്കരുതിട്ടോ, അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്തത് ചെയ്യരുതിട്ടോ, ബാപ്പാനും ഇമ്മാനും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ തെറ്റായ കാര്യങ്ങളിൽ നിന്ന് മാറിക്കണിട്ടോ, ബാപ്പിമ്മിയും കാണൂലെങ്കിലും അള്ളാഹ് കാണുണ്ടല്ലോ. അദ്ദേഹം അവസാനം പറഞ്ഞ നിർത്തിയ വാക്കെന്തറിയോ, ഇന്നടക്കം മൗലവി ഞാൻ ഒരു നിസ്കാരം കഴിഞ്ഞിട്ട് നമ്മുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കൂലേ, ഞാൻ പ്രാർത്ഥിക്കുമ്പം ആദ്യം പ്രാർത്ഥിക്കുക, പടച്ചോനെന്റെ ബാപ്പാക്ക് സ്വർഗം നൽകണമേ, അത് കഴിഞ്ഞിട്ടേ ഞാൻ എന്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുള്ളൂ മൗലവി. കാരണം ഞാൻ ഇങ്ങനെ ആയതിന്റെ വാപ്പാനെ കൊണ്ടാണ്. നമ്മളെ കുറിച്ച് നമ്മളെ മക്കൾ പറയേണ്ടത് അതാണ്. നമുക്കൊരു നല്ല മഹല്ലാണ്, തൗഹീദിന്റെ മഹല്ലാണ്, നല്ല പള്ളിയാണ്, ആയിരക്കണക്കിന് ആളുകൾ ഖുതുബക്ക് എന്നൊരു മഹല്ലാണ്. നമ്മുടെ മക്കൾ നമ്മൾ ഇവിടെ മരിച്ചാണ് പോയാൽ ഇതേ സ്വപ്പിൽ നമ്മളെ കുട്ടികളിരിക്കണം, ഇതേപോലെ ഈ പള്ളി കൊണ്ടടക്കണം, ഇതേപോലെ മദ്രസയും കൊണ്ടടക്കണം. അതിന് പുറമെന്ന് ഒരു കുട്ടികളെ അള്ളാഹു കൊണ്ടുവരില്ല. നമ്മുടെ തൗഹീദിന്റെ ചോരുള്ള മക്കൾ തന്നെ ഈ മഹല്ലിൽ നമ്മുടെ മക്കളായി പള്ളികളിലേക്ക് വന്ന് ജുമാക്ക് വന്ന് ദീനിന്റെ മുന്നിൽ നിൽക്കുന്നവരായ ആൺകുട്ടികളും പെൺകുട്ടികളുമാക്കി മാറ്റണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.
അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ് തഖ്വല്ലാഹി ഇബാദല്ലാഹ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് എന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്. സഹോദരങ്ങളെ, നമ്മുടെ മഹലിൽ ഇൻഷാ അല്ലാഹ് ഈ മെയ് അവസാനത്തെ ഞായറാഴ്ച 26-ാം തീയതി അവസാനത്തെ ഞായറാഴ്ച +1 മുതൽ മുകളിലേക്കുള്ള യുവാക്കൾക്ക് വേണ്ടിയും യുവതികൾക്ക് വേണ്ടിയും 2 സമയങ്ങളിലായി നമ്മളൊരു ഇസ്ലാമികമായൊരു ക്യാമ്പ് വെക്കുകയാണ്. 3 മണിക്കൂർ ആൺകുട്ടികൾക്കും 3 മണിക്കൂർ പെൺകുട്ടികൾക്കും. +1 മുതലാണ്. ബാക്കി താഴെയുള്ളവർക്ക് നമ്മുടെ CRE ഒക്കെ നടക്കുന്നുണ്ട്. നമ്മളുടെ മുഴുവൻ മക്കളും അതിലുണ്ടാകണം ഇൻഷാ അല്ലാഹ്. നമ്മുടെ മഹൽ ഭാരവാഹികളും ഖത്തീബും നമ്മുടെ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് നമുക്കൊരു 2.5 മാസം കൂടുമ്പം ഈ പ്രായത്തിലുള്ള നമ്മുടെ യുവാക്കൾക്ക് വേണ്ടി മാത്രം നമ്മൾക്ക് ഒരുമിച്ച് കൂട്ടി സെലക്റ്റീവായി ചിലപ്പോൾ 100 മതിയാവും. പക്ഷെ 100 കുട്ടികൾ നമ്മുടെ കുട്ടികളാകണം. അവർക്ക് അവരുടെ പ്രായത്തിനനുസരിച്ചും അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ചും ദീന് പറഞ്ഞു കൊടുക്കാനും അവരുടെ സംശയങ്ങൾ ദൂരീകരിക്കുവാനുമുള്ള പുതിയ ഒരു ഇസ്ലാമിക ദഅ്വാ പ്രവർത്തനം നമ്മുടെ മഹല്ലിൽ നമ്മൾ തുടങ്ങാൻ. നമ്മുടെ മക്കൾക്ക് വേണ്ടി തുടങ്ങാൻ. മെയ് അവസാനത്തെ ഞായറാഴ്ച ഇൻഷാ അല്ലാഹ്. ബാക്കി വിവരങ്ങൾ നമ്മളുടെ പള്ളിയിൽ നിന്ന് അനൗൺസ്മെന്റ് ഉണ്ടാവും. നമ്മുടെ പ്രവർത്തകന്മാർ ഗ്രൂപ്പുകൾ വഴി അറിയിക്കും. നമ്മുടെ മക്കളെയെല്ലാം അതിൽ രജിസ്റ്റർ ചെയ്യണം ഇൻഷാ അല്ലാഹ്. നമ്മൾക്കൊരു തുടർ പ്രവർത്തനമായി നമ്മൾ ഇവിടെ നിന്ന് മരണപ്പെട്ടു പോകുമ്പോഴും നമ്മൾക്ക് വേണ്ടി നിസ്കരിക്കുന്ന പ്രാർത്ഥിക്കുന്ന അവർ ഏതൊരു കാലാവസ്ഥയിലേക്ക് നാട്ടിലേക്ക് പോയാലും ഹറാമുകൾ ചെയ്യുന്നതിൻ്റെ ഇടയിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയുന്ന, അവർക്കൊരു ജോലി കിട്ടുമ്പോൾ ഇത് ഹലാലായ സമ്പാദ്യമാണോ ഹറാമായ സമ്പാദ്യമാണോ എന്ന് വേർതിരിച്ചിട്ട് മനസ്സിലാക്കി ചോദിച്ച് പഠിച്ച് ജോലി ചെയ്യാൻ കഴിയുന്ന, അവരോട് ആരെങ്കിലും മോശമായി പെരുമാറിയാൽ ദീനിയായിട്ട് തിരിച്ചു പ്രതികരിക്കാൻ കഴിയുന്ന നല്ല ഒരു യുവാക്കളെ നമ്മുടെ മക്കളിൽ ഉണ്ടാകണം. തോന്നിയാസങ്ങൾ നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമായി വരികയാണ്. ഞാൻ എന്നും എൻ്റെ മനസ്സിൽ സങ്കടമായിട്ട് വരാറുള്ളത് നമ്മുടെ നാട്ടിലെ ഒരു നല്ല അനുഗ്രഹീതരായ ഭാഗ്യമുള്ള വാപ്പാമ്മ എന്ന് പറഞ്ഞാൽ ആരറിയോ? ഇപ്പോ ഭാഗ്യമുള്ള വാപ്പാമ്മ പറഞ്ഞാൽ സ്വന്തം മക്കളെങ്ങനെ പഠിപ്പിച്ച് വലുതാക്കി ആ മക്കളോട് കൂടി ആലോചിച്ചിട്ട് ബാപ്പാന്റെ ഇമ്മാന്റെ മക്കളും തൃപ്തിയോടുകൂടി ഒരു കല്യാണം നടത്താൻ സൗഭാഗ്യം കിട്ടിയ വാപ്പാരുണ്ടെങ്കിൽ അനുഗ്രഹീതരാണ്. ടാർപ്പായ പൊന്തും കുട്ടി ഉണ്ടാവില്ല. 1-2 അനുഭവമല്ല ചോങ്ങളെ, എത്ര അനുഭവം. ഓഡിറ്റോറിയം ബുക്ക് ചെയ്യും, ആളുണ്ടാവില്ല. ആളുകളുടെ മുന്നിൽ അപമാനിതനായി ഡേറ്റ് മാറ്റി എന്ന് പറഞ്ഞ് പല കാരണം കൊണ്ട് മുടങ്ങി എന്ന് പറഞ്ഞ് അവനവന്റെ കല്യാണം നിശ്ചയിച്ച ആളുകൾ വരെ ഇറങ്ങിപ്പോണെ നമ്മൾ കാണുകയാണ്. സഹോദരങ്ങളെ, അതിന് നമ്മളെ മക്കൾ മാറണം. അതിനെന്താ പരിഹാരം? അവർക്ക് അള്ളാന്റെ ദീൻ അവരുടെ ഹൃദയത്തിലേക്ക് കിട്ടണം. അതിനുള്ള പരിഹാരം വബില്ലാഹി തൗഫീഖ് ഇൻഷാ അല്ലാഹ് നമ്മുടെ മഹല്ലൊരുക്കാൻ. അതിലേക്ക് ഇൻഷാ അല്ലാഹ് നമ്മളുടെ +1 മുതൽ മുകളിലേക്കുള്ള ആൺകുട്ടികളെയും പെൺകുട്ടികളെയും 2 പേർക്കും വ്യത്യസ്ത സമയമാണ്. രാവിലെ മുതൽ ഉച്ചവരെ ആൺകുട്ടികൾക്കും ഉച്ചയ്ക്ക് ശേഷം പെൺകുട്ടികൾക്കുമാണ് ഇൻഷാ അല്ലാഹ്. യുവാക്കൾക്കും യുവതികൾക്കുമാണ്. മറ്റു വിവരങ്ങൾ അടുത്ത വെള്ളിയാഴ്ച പറയും. ആ കാര്യം നമ്മുടെ മനസ്സിലുണ്ടാകണം. വാപ്പാര് പോവുക, മക്കളോട് പറയാ, ആ കാര്യത്തിൽ ഉറപ്പായിട്ടും അവരോട് ചേരാൻ വേണ്ടി പറയാ. ഉപ്പാരുടെ ഉമ്മാരുടെ ഒരു കാര്യം പറയണം. വാപ്പാരെ ഉമ്മാരെ, ഇവിടെ ഇരിക്കണ വാപ്പാരുടെ ഉമ്മാരും നമ്മളുടെ ചെറുപ്പത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മളെ ബാപ്പിമ്മിൻ നമ്മളെ വിട്ടിരുന്നെങ്കിൽ നമ്മൾ ഈ പള്ളിക്ക് ജുമാക്ക് ബാങ്ക് കൊടുക്കുന്നതിന് മുന്നേ എത്തൂലായിരുന്നു. എന്റെ അന്നത്തെ പ്രായത്തിന്റെ ഇഷ്ടത്തിന് എന്റെ ബാപ്പിമ്മിനെ സമ്മതിച്ചിരുന്നെങ്കിൽ ഈ മിമ്പർമ ഞാൻ കേറൂലായിരുന്നു. നിങ്ങൾ ഈ താഴെ ഇരിക്കും ചെയ്യൂലായിരുന്നു. 90%. നമുക്കന്ന് ഖുർആൻ ഓതാൻ ഇഷ്ടമുണ്ടായിട്ടാ സ്വങ്ങളെ നമ്മളെ ബാപ്പിമ്മി ഓദിപ്പിച്ച ഇഷ്ടമുണ്ടായിട്ട അല്ല. പിന്നെ ബാപ്പാക്കും ഉമ്മാക്കും അറിയാം, ഓതിയിട്ടില്ലെങ്കിൽ ഞാൻ എൻ്റെ കുട്ടി നരകത്ത് പോകും. തൽക്കാലത്തേക്ക് എൻ്റെ കുട്ടിക്ക് എന്നോട് ദേഷ്യണ്ടായാലും അവൻ ആത്യന്തികമായി സ്വർഗം കിട്ടുന്ന കാര്യം എൻ്റെ കുട്ടി ചെയ്യട്ടെ. ഓൻ ഇന്നെ തൽക്കാലത്തേക്ക് വെറുത്തോട്ടെ, പക്ഷേ അവൻ അള്ള വെറുക്കരുത്. ഓൻ ഞാൻ മരിച്ചതിന് ശേഷം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും മതി. ഇതാണ് ആകത്തുക. ഒരു കുട്ടി ഉമ്മ മൗലവി പറഞ്ഞ ക്യാമ്പ് എവിടെയാ, ഞാനും പോട്ടെ എന്ന് പറയില്ല. വളരെ കുറഞ്ഞ കുട്ടികളെ പറയുള്ളൂ. പക്ഷെ ബാക്കി മാതാപിതാക്കളെ നമ്മുടെ താല്പര്യമാണ്. ആ താല്പര്യത്തിൽ നമ്മൾ ആ ഡേറ്റ് മാറ്റി വെക്കുക, നമ്മുടെ മക്കളെ പങ്കെടുപ്പിക്കുക. ഇൻഷാ അല്ലാഹ് കേരളത്തിലെ മാതൃകയുള്ള ദീനിന്റെ മാർഗത്തിൽ യുവത്വം മുന്നിൽ നിൽക്കുന്ന ഒരു നല്ല മഹല്ലാക്കി നമ്മുടെ മഹല്ലിനെ നമ്മൾക്ക് ഒരുമിച്ച് മാറ്റാൻ കഴിയും. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളും റഹ്മാനായ നാഥാന്ന് ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. കത്തിയാൾ നരകത്തിൽ നിന്നും കഠിനമായ ശിക്ഷയിൽ നിന്നും
അതിശക്തമായ പരലോകത്തിൽ വിചാരണയിൽ നാഥ നീ ഞങ്ങളെല്ലാവരെയും കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച ചെറുതും വലുതുമായ രഹസ്യവും പരസ്യവുമായ അറിഞ്ഞും അറിയാതെയും ചെയ്തിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും റഹ്മാനായ നാഥ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ കൺകുളിർമ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ മക്കളിലൂടെ നീ കൺകുളിർമ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ ദുനിയാവിലെ ജീവിതത്തിൽ ഞങ്ങൾക്ക് കൺകുളിർമ നൽകുന്ന നല്ല സന്താനങ്ങളെ നീ സമ്മാനമായി നൽകണമേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ കൂട്ടത്തിൽ ശാരീരികമായി വല്ലാതെ പ്രയാസപ്പെടുന്ന, രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന, സാമ്പത്തികമായി വല്ലാതെ ഞെരുക്കമുള്ള ഒരുപാട് ആളുകളുണ്ട് നാഥ. എല്ലാവരുടെയും പ്രയാസങ്ങൾ നീ ദൂരീകരിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ മക്കൾ അവരുടെ വിജയത്തിലൂടെ ഹലാലായ സമ്പാദ്യമുള്ള ജോലികളിലേക്ക് എത്തിപ്പെടാനുള്ള തൗഫീഖ് നാഥ നീ അവർക്ക് പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അള്ളാഹുവെ, നിന്റെ അനുഗ്രഹീതമായ മഴ നീ വീണ്ടും വീണ്ടും ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, നിന്റെ അനുഗ്രഹീതമായ മഴ നീ ഞങ്ങൾക്ക് വീണ്ടും വീണ്ടും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, നിന്റെ അനുഗ്രഹീതമായ മഴ നീ ഞങ്ങൾക്ക് വീണ്ടും വീണ്ടും നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. اللهم اغفر للمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. ربنا آتنا في الدنيا حسنة في الآخرة حسنة وقنا عذاب النار. آمين 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 برحمتك يا أرحم الراحمين.